ഹലോ. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഡാൻസ് പ്രാക്ടീസിൻ്റെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കി പത്രമാണ്. അപ്പോൾ ഞാൻ നേരെ രാവിലെ തന്നെ ചേച്ചിയുടെ വീട്ടിൽ പോയി. ചെന്ന പാടെ ചേച്ചി കുറച്ച് വെള്ളം കലക്കി തന്നു. അത് കഴിഞ്ഞപ്പോൾ ബോറടിച്ചിരിക്കുന്നുണ്ട്. ഐസ്ക്രീം കഴിച്ചു പറഞ്ഞു. ഉച്ചയ്ക്ക് ചോറിനിട്ട് ഞങ്ങൾ 1:30 സ്കൂളിലേക്ക് പോയി. 1:30 പ്രോഗ്രാം തുടങ്ങിയത്. അവൾ റെഡി ആയിട്ട് നിൽക്കുകയാണ്. പിന്നെ കുട്ടികളൊക്കെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തെടുത്തു. പിന്നെ അവളിവിടെ വന്നിരുന്ന് കുറേ കഥയൊക്കെ പറച്ചിൽ തുടങ്ങി. രംഗപൂജയായിരുന്നു. ടീച്ചർ പഠിപ്പിച്ചതായിരുന്നു. അത്യാവശ്യം നന്നായിട്ട് തന്നെ അവർ കളിച്ചിട്ടൊക്കെ ഉണ്ട്. എനിക്ക് ഓർമ്മ വരുന്ന എൻ്റെ സ്കൂൾ കാലഘട്ടമായിരുന്നു. അതായത് നമ്മൾ കുറേ ആളുകൾ, അതായത് സ്കൂളിൽ ടീച്ചേഴ്സിന് ഒരു ഇതുണ്ട്, ഒന്നുമില്ലെങ്കിൽ നന്നായി പഠിക്കുന്ന കുട്ടികൾ, അല്ലാന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഫിനാൻഷ്യൽ സെറ്റപ്പുള്ള ആളുകളെയൊക്കെ ആയിരിക്കും അവർക്ക് ഇഷ്ടമുണ്ടാവുക. ഞാൻ ഒരുപാട് പ്രോഗ്രാംസിന് പങ്കെടുത്തിട്ടുള്ള ഒരാളാണ്. പക്ഷേ എപ്പോഴും എല്ലായിടത്തും നമ്മളതിനെ ഒരു തഴക്കപ്പെടുന്ന ഒരു രീതിയായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. സോ എനിക്ക് ഭയങ്കര വിഷമം ഉണ്ടാക്കിയിട്ടുള്ള പല സാഹചര്യങ്ങളും എൻ്റെ സ്കൂൾ കാലഘട്ടത്തിലുണ്ട്. പക്ഷെ ദൈവം സഹായിച്ചിട്ട് അതേ ടീച്ചേഴ്സിന് മുന്നിൽ ഇരുത്തിക്കൊണ്ട് പല പ്രോഗ്രാമുകളും ആങ്കർ ചെയ്യാനും അവരുടെ മുന്നിൽ പെർഫോം ചെയ്ത് കാണിക്കാനും അവരെ കൊണ്ട് എന്നെ സൂപ്പർ ആയിട്ടുണ്ടെന്ന് പറയിപ്പിക്കാനും എനിക്ക് സാധിച്ചിട്ടുണ്ട്. ചില മനുഷ്യനാൽ നമ്മൾ മാറ്റി നിർത്തപ്പെടേണ്ടി വരുമ്പോൾ മറ്റു ചില നല്ല ഓപ്പർച്യൂണിറ്റീസ് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും അത് എന്ന് വിശ്വസിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. ഞങ്ങൾ രണ്ടുപേരെയും കാണുമ്പോൾ പലരും ചേച്ചി അനിയത്തിയാണെന്നാണ് വിചാരിക്കാറ്. നമുക്ക് രണ്ടുപേർക്കും സെയിം വൈബാണ്. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് എൻ്റെ ഒരു 2x വേർഷനാണ് അവളെന്ന്. പക്ഷെ ഞാൻ അങ്ങനെ വലിയ വിശ്വസിക്കണം. ഏട്ടൻ ഭയങ്കര ആക്റ്റീവായിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ചേട്ടൻ്റെ കുറേ ക്യാരക്ടേഴ്സ് അവൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇതുപോലുള്ള സ്റ്റേജുകളിൽ അവൾ പെർഫോം ചെയ്യുന്നത് എപ്പോഴും നേരിട്ട് കാണാൻ ശ്രമിക്കുന്ന ഒരാളാണ്. എനിക്ക് കിട്ടാതെ പോയിട്ടുള്ള സപ്പോർട്ട് അവൾക്ക് കിട്ടണമെന്നും എന്നാൽ കഴിയുന്നത് എന്തും ഞാൻ അവൾക്ക് ചെയ്തു കൊടുക്കാനും ആഗ്രഹിക്കുന്ന ഒരാളാണ്. വെള്ളാളൂർ സ്കൂളിൽ അവളുടെ അവസാനത്തെ വേദിയാണിത്. ഇന്നത്തോടുകൂടി അവൾ ആ സ്കൂളിൻ്റെ പടി ഇറങ്ങാണ്. ഫൈനലി ഞങ്ങളും തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു. ബൈ.